നമ്മുടെ തോട്ടത്തിൽ നിന്ന് 2 പാവയ്ക്ക പറിച്ചെടുത്തു. ഇത് ഇവിടെ വരെ എത്താൻ എത്ര സമയമെടുത്തു എന്നറിയാമോ? 3 മാസം എടുത്തു. മണ്ണ് സെറ്റ് ചെയ്യാൻ, കാലാവസ്ഥ നോക്കി, തണുപ്പ് വരുന്നതിന് മുമ്പിട്ട് ഒക്ടോബർ മാസത്തിലേ മണ്ണ് സെറ്റ് ചെയ്ത് സെപ്റ്റംബർ മാസത്തിൽ സീഡ് നട്ട് അത് വളർന്നു വന്നു. അതിനെ വളർത്തേണ്ട രീതിയിൽ അതിനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അതിലൊരു പൂ വന്നു, കായ് വന്നു, അത് പിടിച്ചു, അത് പറിച്ചെടുത്ത് ഇവിടെ ആക്കിയിരിക്കുന്നു രണ്ടുപേരും 2 വ്യത്യസ്തമായ ഗ്രൂപ്പാണ്. ഇത് വെള്ള പാവയ്ക്ക, ഇത് പച്ച പാവയ്ക്ക. പക്ഷേ എത്ര സന്തോഷമെന്ന് പറയാം. എനിക്കിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ തോട്ടത്തിൽ നമ്മൾ തന്നെ പറിച്ചെടുത്തിട്ട് എന്താ അമേസിങ് ആണല്ലേ. എന്താനന്ദം ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന ആ സന്തോഷം മറ്റാർക്കും പറഞ്ഞാൽ ചിലപ്പം മനസ്സിലായെന്ന് വരത്തില്ല. ഇതുപോലെയാണ് ആത്മീയ കാര്യങ്ങളും. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കണം. ഒരാളോടൊരു ശുശ്രൂഷ പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് നിന്ദ സഹിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതൊരു ഭയങ്കര സന്തോഷമാണ്. ബലഹീനതയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത് അതിനെക്കുറിച്ചാണ്. ഇതൊരു ഭക്തൻ്റെ ജീവിതത്തിൽ വന്നാൽ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്ക് എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പക്ഷെ നമുക്കെല്ലാവർക്കും ആവശ്യം എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു, കർത്താവേ നിൻ്റെ ഗ്രേസ് മതിയെന്ന്. പക്ഷെ താഴോട്ടുള്ളത് സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. വെളിപ്പാടുകളുടെ ആധിക്യം നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ കയ്യേറ്റം, ബലഹീനത, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം സഹിപ്പാൻ തയ്യാറല്ല. സഹിക്കുന്നെങ്കിലേ നമ്മൾ ശക്തരാകത്തുള്ളൂ. ഈ ഒരു പോയിന്റ് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ വളരാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും വീണു പോകുന്നത്, തകർന്നു പോകുന്നത്. അനേക സഹോദരിമാർ വിശ്വാസത്തിൽ ഓട്ടക്കളത്തിൽ ഓടുവാൻ ആഗ്രഹിക്കുന്നവരോട് പറയുകയാണ്, നെവർ ഗീവ് അപ്പ്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിങ്ങൾ നട്ടത് ഫലമുണ്ടാകും. നിങ്ങളെ നോക്കുന്നത്, നിങ്ങളെ വളർത്തുമാറാക്കുന്നത് കർത്താവാണ്. നിങ്ങൾ ധൈര്യത്തോടെ എഴുന്നേൽക്കുക. സഭ പണിയപ്പെടും, പാതാള ഗോപുരം ജയിക്കുകയില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നട്ടത് നിങ്ങൾ പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിന്ദ വരും, പരിഹാസം വരും, കുത്തുവാക്ക് വരും. അത് നിങ്ങൾ സഹിക്കണമെങ്കിൽ നിങ്ങൾ വചനത്തോട് ബന്ധമുണ്ടായിരിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ നടക്കാൻ പഠിക്കണം, ധൈര്യത്തോടുകൂടി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. ദൈവം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുക. അതിൽ കുത്തുണ്ട്, പരിഹാസമുണ്ട്, നിന്ദയുണ്ട്, ബ്ലോക്ക് വരും, എല്ലാം സഹിക്കണം. ഞാനെല്ലാം അനുഭവിക്കുകയാണ്. കാരാഗ്രഹമായിരിക്കും, അവിടെ വിശ്വസ്തതയായിട്ടിരിക്കുക. അവിടെ ഇരുന്ന് നിങ്ങൾ ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് റെവലേഷൻ. ഹല്ലേലൂയ. സോ ദൈവത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം റെവലേഷനുകളെ തരും, വെളിപ്പാടുകളെ തരും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്.